നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന നെറ്റ്വർക്ക് കണക്ഷൻ പ്രോബ്ലം, എറർ, ഇതുപോലെ ടാസ്ക് ബാറിൽ വൈഫൈയുടെ ഐക്കൺ കാണിക്കാതിരിക്കുക, നെറ്റ് കണക്ട് ആയിട്ടും നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടാതെ വരിക, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ല. ഇതുപോലുള്ള ടെക് വീഡിയോയും അതുപോലെ തന്നെ ട്രോൾ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടെ തന്നെ ബെല്ലൈക്കൺ അങ്ങനെ അമർത്തുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനകത്തിൽ പേഴ്സണലൈസേഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്തിൽ നമുക്ക് ടാസ്ക് ബാർ ഓപ്പൺ ചെയ്യുക. വൈഫൈയുടെ ആണെങ്കിലും ഇൻ്റർനെറ്റ് കണക്ഷൻ ആണെങ്കിലും ടാസ്ക് ബാറിൽ ഐക്കൺ കാണിക്കായിരിക്കും. നമുക്ക് ചെക്ക് ചെയ്യാം അത് ഓഫായി കിടക്കുവാണോ ഇല്ലയോ നോക്കാം. താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് സെലക്ട് വിച്ച് ഐക്കൺ അപ്പിയർ ഓൺ ദ ടാസ്ക് ബാർ ക്ലിക്ക് ചെയ്യുക. ടാസ്ക് ബാറിൽ എന്തൊക്കെ ഐക്കൺ വേണമെന്ന് ഓൺ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിനകത്തിൽ നെറ്റ്വർക്ക് ഓൺ ആണോ ഇല്ലയോ നോക്കണം. ഇതിന് ശേഷം വീണ്ടും ഹോം പേജ് വരിക. ഇതിനകത്തിൽ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്തിൽ ട്രബിൾ ഷൂട്ട് കണക്ട് ചെയ്ത് നോക്കുക. ട്രബിൾ ഷൂട്ട് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് വീണ്ടും പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കാം. ചേഞ്ച് അഡാപ്റ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്തിൽ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യുക. അതിൽ മൈക്രോസോഫ്റ്റ് നെറ്റ്വർക്ക് അഡാപ്റ്റർ കാണാം. അതൊഴികെ ബാക്കി എല്ലാം ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഇൻ്റർനെറ്റ് കിടക്കുന്ന അത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ആണോ ഡിസേബിൾ ആണോ ചെക്ക് ചെയ്യുക. ഇതിനകത്തിൽ ഇപ്പോൾ ഓൾറെഡി എനേബിൾ ആണ്. അതുപോലെ വൈഫൈ കണക്ഷൻ അതും റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യുക. അതിൽ മൈക്രോസോഫ്റ്റ് നെറ്റ്വർക്ക് അഡാപ്റ്റർ കാണാം. അതൊഴികെ ബാക്കി എല്ലാം ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എനേബിൾ ആണോ ചെക്ക് ചെയ്യുക. അതിനുശേഷം ക്ലോസ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടും റെഡി ആയില്ലെങ്കിൽ നെറ്റ്വർക്ക് റീസെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നെറ്റ്വർക്ക് റീസെറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് റീസെറ്റ് നൗ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമുക്ക് എസ് കൊടുക്കുക. എസ് കൊടുത്തു കഴിയുമ്പം എല്ലാ നെറ്റ്വർക്ക് ഇതിനകത്ത് നിന്ന് റീസെറ്റ് ആയി പോകുന്നതാണ്. റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും നോക്കുക. വീണ്ടും റെഡി ആയില്ലെങ്കിൽ സെർച്ച് ബാറിൽ സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യുക. ഇതിൽ നമുക്ക് വേണ്ടി ലാൻ ഓട്ടോ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യണം. താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ ഇവിടെ എല്ലാം ഡീറ്റെയിൽ ഇവിടെ വരുന്നതാണ്. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടി ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. നമുക്ക് വേണ്ട നെറ്റ്വർക്ക് കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യുക. മാനുവൽ തന്നെ ഓക്കെ. സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക VC. എന്നിട്ടും റെഡി ആയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കാം. കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുക. ഇതിനകത്തിൽ വ്യൂ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് ഓപ്പൺ ചെയ്യുക. ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനുശേഷം ഇന്റർനെറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റീസ്റ്റോർ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അത് റീസ്റ്റോർ ചെയ്യുക. അതിനുശേഷം റീസെറ്റ് ചെയ്യുക. അതിനുശേഷം അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക VC. ദിസ് PCയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മാനേജ് ഓപ്പൺ ചെയ്യുക. അവിടെ നിന്ന് ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് അഡാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇത് വൈഫൈയുടെ ആണ്. ഞാൻ പറയുന്നത് വൈഫൈയുടെ ആണ്. വൈഫൈ കിട്ടാത്തവർക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ഡ്രൈവർ കൊടുക്കുക. അതിനുശേഷം ബ്രൗസ് മൈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് ഓപ്പൺ ചെയ്യുക. അതിൽ ലെറ്റ് മീ പിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ PC റീസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷവും വൈഫൈ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അൺഇൻസ്റ്റാൾ ഡിവൈസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം വീണ്ടും PC റീസ്റ്റാർട്ട് ചെയ്യുക. ഇന്റർനെറ്റ് കണക്ഷൻ ആണ്, അതായത് ഇന്റർനെറ്റ് കണക്ഷൻ മോഡം വഴി കണക്ട് ചെയ്ത് നെറ്റ് കിട്ടാത്തവർക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ഡ്രൈവർ കൊടുക്കുക. അതിനുശേഷം ബ്രൗസ് മൈ കമ്പ്യൂട്ടർ അതിൽ ലെറ്റ് മീ പിക്ക് ഫ്രം ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനകത്തിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചൂസ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം വീണ്ടും കിട്ടുന്നില്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ഡിവൈസ് കൊടുക്കുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കല്ല. വീഡിയോ ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുക. എന്നാൽ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.